നോർത്ത് ഇന്ത്യയിലെ മണ്ണല്ല, അല്ല തമിഴ്നാട്ടിലെ മണ്ണല്ല, ആന്ധ്രയിലെ മണ്ണല്ല, കേരളത്തിലെ. ഇവിടെ ചെളിയും വയലും വെള്ളവും ഒക്കെ ഉള്ളതാണ്. അത് നോക്കി അടിയന്തരമായിട്ട് നടപടി ചെയ്യും. ഇന്നലെയാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് വൈകുന്നോടുകൂടിയാണ് അത് ഉണ്ടായത്. സ്കൂൾ കുട്ടികളും ഒക്കെ വരുന്ന സമയത്തായിരുന്നു. ഈ ഭാഗത്ത് വളരെ താഴ്ചയിൽ മണ്ണിട്ട് പൊങ്ങി ഡിസൈനിന്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിസൈനാണ്. എന്തായാലും ഇന്നലെ തന്നെ ട്രാഫിക് നിർത്തി കൊച്ചുകുട്ടികൾ വന്ന ബസ്സും അതുപോലെ തന്നെ കുറെ വണ്ടികൾ അവിടെ തന്നെ ബ്ലോക്കഡായി പോയി. അതൊക്കെ മാറ്റിയപ്പോ ഈ ഭാഗത്തെ മണ്ണ് മാറ്റി ഞങ്ങൾ സംസാരിച്ചപ്പോൾ കളക്ടറോട് തന്നെ സംസാരിച്ചിരുന്നു. NHAIയുടെ അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ട് ഇത് NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നതല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷെ NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്. കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാനിരിക്കുന്നതിന് അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരെല്ലാം വരും നടത്തുന്നത്. എന്നാൽ ഇപ്പൊ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി NHAI ഭാഗത്തെ ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുൻ സൈഡിലേക്കുള്ള വഴി പോകുന്നതിന് മറു സൈഡാണ് പോകുന്നത്. അപ്പൊ ആ മണ്ണും ഇത്രയും കൂടി നിൽക്കുന്ന സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, മണ്ണ് മാറ്റി അവര് സ്ഥലം വെയിറ്റും അപകട മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള കാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തടസ്സമുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈൻ നോക്കി നമ്മളിപ്പോ നിൽക്കുന്നത് ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ഇങ്ങോട്ട് പാലം പോലെയാണ്, പാലമാണ് ഈ വലിയ താഴെ. ഈ മൈലക്കാടിന്റെ പ്രത്യേകത പണ്ട് മുതലേ ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം. വലിയ ഒരു താഴ്ചയിലേക്ക് വന്നിട്ട് കയറുന്ന ഒരു വലിയ കുഴിപോലുള്ള സ്ഥലമാണ്. കായലിന്റെയോ ഒരു വയലിന്റെയോ ഒക്കെ സ്ഥലമാണ്. അപ്പൊ അതിന്റെ പോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഡിസൈൻ നോക്കുമായിരിക്കും. ഡിസൈൻ നോക്കേണ്ട എക്സ്പെർട്സ് ആണ്. അവര് അതിന്റെ എക്സ്പെർട്ടുകളൊക്കെ നോക്കിയിട്ട് അത് വേഗം തന്നെ അത് നോക്കുമായിരിക്കും. പക്ഷെ അപകടം ഉണ്ടാവാഞ്ഞത് വളരെ ഭാഗ്യം എന്നാണ് പറയാനുള്ളത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോ നാട്ടുകാരുടെ വളരെ സംയോജിതമായ ഇടപെടലുണ്ട്. വാഹനം ഓടിച്ചിട്ടുണ്ട്. ഇവിടെ ഓടി വന്ന കുട്ടികളെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാലും അവിടെ വെച്ച് ആ സ്ലൈഡിങ് ആ മണ്ണ് നിന്നു. അപ്പൊ അത് ആദ്യമേ ഇത് ഈ അപകടരഹിതമാക്കുക, ഇതിൽ വാഹനം വരിക, പെട്ടെന്ന് തന്നെ ഈ ഡിസൈൻ നോക്കുക. ബാക്കി ഇതിന് നടപടിക്രമങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസി ചെയ്ത് നോക്കണമെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. അവരുടെ ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വം നേരത്തെ മലബാർ മേഖലകൾ 1-2 സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ഇവിടെയും പല സ്ഥലത്തും എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഫിൽഡിങ് വന്നേക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ നേരത്തെ വടക്കൻ മേഖലയിൽ കോഴിക്കോട് കണ്ണൂരൊക്കെ വന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വേറൊരു കമ്പനി വേറൊരു മേഖലയാണ്. പക്ഷെ അതുപോലുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെടും. ഇത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉത്തരവാദിത്ത കുറവ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ തന്നെ നമ്മുടെ PWD മന്ത്രി സെൻട്രൽ ഗവൺമെന്റുമായി NHAIയുമായിട്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് PWDക്ക് ഉപരിതല മന്ത്രാലയത്തിന് തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് അവരുടെ ടീം വരുന്നു. അതിന്റെ റിപ്ലൈ വന്നിട്ടുണ്ടെന്നും അവരുടെ ഓഫീസിൽ പറഞ്ഞു. എന്തായാലും അത് സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ ഡിസൈൻ നോക്കണം. ഓരോ സംസ്ഥാനത്തിനും ഓരോ മണ്ണിനും ഓരോ പ്രദേശത്തിനും ഓരോ ഡിസൈനാണ്. നോർത്ത് ഇന്ത്യയിലെ മണ്ണല്ല, അല്ല തമിഴ്നാട്ടിലെ മണ്ണല്ല, ആന്ധ്രയിലെ മണ്ണല്ല, കേരളത്തിലെ. ഇവിടെ ചെളിയും വയലും വെള്ളവും ഒക്കെ ഉള്ളതാണ്. അത് നോക്കി അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളുടെ ഉടൻ നടപടിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. യാത്ര സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ